ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയാലോ. വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റി ഈ ഒരു ഈവനിങ് സ്നാക്സ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു പച്ചമുളക് തീരെ നൈസായിട്ട് ഞുറുക്കിയത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പിടി നമുക്ക് മല്ലിയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തുള്ളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് അവൽ, നമ്മുടെ സാധാരണ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ജസ്റ്റ് കൈമേ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് നാരങ്ങ ഇതുപോലെ സ്ക്വീസ് ചെയ്ത്, അതായത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പുളിപ്പ് കിട്ടുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന്. സോ നാരങ്ങ നീര് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി ആഡ് ചെയ്തോളൂ. ഹാഫ് ഗോതമ്പൊടി ഹാഫ് മൈദ യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ മൈദപ്പൊടി 1 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് സെയിം അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമേ ചേർക്കാൻ വിട്ടുപോയായിരുന്നു. സോ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്ലെൻഡ് ചെയ്ത ഈ ഒരു മാവ് നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ്. സ്പാച്ചുല നമുക്ക് ബാറ്ററിലോട്ട് മുക്കിയതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ വരച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവുന്നത്. ഇനി നമുക്ക് ഒരു 10 to 20 മിനിറ്റ് നമുക്ക് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാറ്ററും കൊണ്ട് ഇതിൻ്റെ ബേസ്, അതായത് നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സ്നാക്സിൻ്റെ ബേസ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും ബെറ്റർ. നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒരു ഡ്രോപ്പ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു കുഞ്ഞു തവിയും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു തവി ഒഴിച്ചതിന് ശേഷം ബാറ്റർ ആ ഒരു പാൻ നമുക്ക് ഇതുപോലെ ഒന്ന് പൊക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് വരും. ഏകദേശം ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ പതിയെ ഒന്ന് വിടിയിപ്പിച്ച് നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബേസ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം സിമ്മിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് തയ്യാറാക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു ട്രിപ്പ് തയ്യാറാക്കിയതിന് ശേഷം അടുത്ത ട്രിപ്പ് തയ്യാറാക്കുമ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ചതിന് ശേഷം അതൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് സ്ക്രബ്, അതായത് ഗ്രീസ് ഒരു വെള്ളമായി മാറ്റിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത ബാറ്ററിന് ഒഴിച്ചു കൊടുക്കാൻ. ഓരോന്ന് തയ്യാറാക്കി ഒരു പ്ലേറ്റിലോട്ട് ഒരു പാനിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോന്നിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത് ആവുന്ന ആ ഒരു ബേസ് നമ്മൾ പാനിൽ നിന്ന് പിടിപ്പിച്ച് ആ ഒരു ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് സ്റ്റിക്കായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. ബേസെല്ലാം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം. അതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊരു സ്ലറി ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ സ്ലറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ലറി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസ് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ്സ് ഇതിൻ്റെ നടുവശത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു നീക്കി ഒരു ലെവലാക്കി വെച്ചതിന് ശേഷം അടിവശം, അതായത് എൻഡിങ് വശത്തു നിന്ന് 2ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ആ ഒരു സ്റ്റഫിങ്സ് ഹോൾഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 സൈഡ് ഒന്ന് മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ സൈഡ്സ് എല്ലാം നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലറി ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ബ്രഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇന്നത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റോൾസ് ഇവിടെ റെഡിയാണ്. പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഞാൻ കുറച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റോൾസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഓരോന്നും നമ്മുടെ എണ്ണയിൽ എത്രമാത്രം കൊള്ളൂ അത്ര അനുസരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ചെയ്ത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റോൾസ് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഒരു വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ ഈ റോൾസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡിയേഴ്സ് ദാ നോക്കിക്കോളൂ, നമ്മുടെ റോൾസ് ഇവിടെ റെഡിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ ഈ ഒരു റോൾസ് നമുക്ക് ബേസ് മാത്രം തയ്യാറാക്കി ഒരു ഡിന്നറിലോട്ട് സൂക്ഷിച്ച് വെച്ച് ഫ്രിഡ്ജിൽ 1 വീക്ക് വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു റോൾസ് നമുക്ക് സോസിൻ്റെ ചില്ലി സോസ്, ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്നിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റോൾസാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈ ഒരു റോൾസ് നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഈവൻ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റോൾസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. സോ ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി നമ്മുടെ ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നേരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.